നാം വെളിപ്പാട് പുസ്തകമാണ് ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചില നാളുകളായി വെളിപ്പാട് പുസ്തകം നാം തുടർമാനമായി ചിന്തിക്കുകയാണ്. അതിൻ്റെ 19 അധ്യായത്തിലേക്കാണ് നമുക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നമ്മൾ മഹോപദ്രവ കാലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിപ്പാനായിട്ട് ഇടയായി. മഹോപദ്രവം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ട്രിബുലേഷൻ, യാക്കോബിൻ്റെ കഷ്ടകാലം എന്നെല്ലാം നാം ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഇത് വേദപുസ്തകത്തിലെ മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഈ മഹോപദ്രവ കാലം എന്ന് പറയുമ്പോഴത്തേക്ക് സ്തോത്രം അത് 7 വർഷമാണെന്നാണ് വേദപുസ്തകത്തിൻ്റെ കണക്ക് പറയുന്നത്. നിങ്ങൾ ശാന്തമായിട്ടൊന്ന് കേൾക്കണേ. ഇത് ഉള്ളിലേക്ക് ഗ്രഹിക്കാൻ അല്പം പ്രയാസമുള്ളതാണ്. ചില ആളുകൾ ചിന്തിക്കുക എന്തു വന്നാൽ നമുക്ക് തന്നെ ചെയ്തോന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ വേദപുസ്തകത്തെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. ഈ വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ അനേക കാര്യങ്ങളിൽ കൂട്ടുകലർത്തി ദൈവനാമം ഇപ്പോൾ ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പം എല്ലാത്തൊരു കാലമായിപ്പോൾ എല്ലാം ഇപ്പം യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായി ഒരു നാക്ക് പിഴച്ചാൽ പോലും അത് വല്ലാത്തൊരു പ്രയാസത്തിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ വേദപുസ്തകം പഠിച്ച് വേദപുസ്തകത്തിൻ്റെ വചനപ്രകാരം പോകണം. ഈ മഹാപീഡന കാലം 7 വർഷമാണെന്നാണ് നമ്മൾ വേദപുസ്തകം ഒന്ന് ശരിക്ക് പഠിച്ചാൽ അവിടെ 7 വർഷമൊന്നും എഴുതിയിട്ടില്ല, നമുക്ക് മനസ്സിലാകുവാനായിട്ടിടയായിത്തീരും. ഇത് മനസ്സിലാകാൻ ഇടയാകുന്നതിൻ്റെ കാര്യം, ദാനിയേൽ പ്രവാചകൻ ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ ദാനിയേലിന് ദൈവം ചില ദർശനങ്ങളൊക്കെ കൊടുക്കുവാനിടയായിത്തീർന്നു. ദാനിയേൽ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയ പുരുഷനായിരുന്നു. ദാനിയേലിന് ചില ദർശനങ്ങൾ കൊടുത്തപ്പോൾ അതിൻ്റെ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഗബ്രിയേൽ ദൂതൻ വന്ന് ചില കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തി കൊടുക്കുക. ഗബ്രിയേൽ ദൂതൻ വന്ന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുക. ഒരു 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 24 വാക്യങ്ങൾ നിർത്തിയൊന്ന് വായിക്കണമേ. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കണം. ഇസ്രായേൽ ജനം കർത്താവിനെ നിരസിച്ചവരാണ്. അവർ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്ലാന് ഈ 70 ആഴ്ചവട്ടത്തിൻ്റെ ഉള്ളിൽ ഉണ്ട്. ആ 70 ആഴ്ചവട്ടം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുവാനായിട്ടിടയായിത്തീരും. 70 ആഴ്ചവട്ടത്തിൽ സ്തോത്രം അതിനകത്ത് 7 യെരൂശലേം താഴോട്ട് വായിച്ചാലാണ് അത് ഒന്നുകൂടെ മനസ്സിലാകാം. താഴോട്ട് വായിച്ച് അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മളും ചില കാര്യങ്ങൾ ഗ്രഹിക്കണം, അറിഞ്ഞ് ഗ്രഹിക്കണം. സ്തോത്രം, അതിനൊരു താല്പര്യം നമുക്ക് വേണം. അറിഞ്ഞ് ഗ്രഹിക്കൊള്ളേണ്ടതിന് വായിച്ചോ. യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെട്ടത് മുതൽ ദാനിയേലിനോട് പറയുകയാണ്, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കൽപ്പന പുറപ്പെട്ടത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ നിന്ന് തന്നെ വീണ്ടും പണിയും. പ്രൈസ് ദി ലോർഡ്. അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലം കൊണ്ട് തന്നെ അതിനെ എന്ത് ചെയ്യും? വീണ്ടും പണിയുമെന്ന് പറയുക. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. ഇവിടെ ഈ കൽപ്പന പുറപ്പെട്ടത് നെഹെമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ അർത്തഹശ്വഷ്ട രാജാവിൻ്റെ കാലത്ത് നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്ന അന്നാണ് കൽപ്പന പുറപ്പെട്ടത്. ഇത് ഞാൻ പറഞ്ഞ് ഗ്രഹിക്കാൻ അല്പം പ്രയാസമുണ്ട്. നെഹെമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് വരാം. നെഹെമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 1 വാക്യങ്ങൾ. നെഹെമ്യാവ്, ഹല്ലേലൂയ. നെഹെമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം
അതിൻ്റെ ഒന്നുമുള്ള വാക്യങ്ങൾ. അർത്ഥഹഷ്ഠ രാജാവിന് 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നെഹമ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ഇവിടെ വെച്ചാണ് ഈ കൽപ്പന ഉണ്ടാകുന്നത്. താൻ രാജസന്നിധിയിലായിരിക്കുമ്പോൾ താൻ രാജസന്നിധിയിൽ വെച്ചിരുന്ന വീഞ്ഞെടുത്ത് കൊടുത്തു. തൻ്റെ മുഖം വാടിയിരുന്നു. രാജാവ് ചോദിച്ചു, നിൻ്റെ മുഖം വാടാൻ കാരണം എന്താണ്? കാരണം രാജാവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ സന്തോഷത്തോടെ ആയിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. രാജാവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കണം. ഇല്ല എങ്കിൽ അതിന് ശിക്ഷയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം, ദൈവസന്നിധി വരുമ്പോഴും സന്തോഷമായിരിക്കണം. രാജാവിൻ്റെ സന്നിധിയിൽ മുഖം പാടിയിരിക്കാൻ പാടില്ല. അതൊരു മർമ്മമാണ്. അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ രാജാവിൻ്റെ സന്നിധി വരുമ്പോൾ മുഖം പാടിയിരുന്നാൽ ഈ രാജാവിൻ്റെ ഭരണം എനിക്കിഷ്ടമല്ല, രാജാവിനോട് താല്പര്യമില്ല. അതുകൊണ്ടാണ് രാജാവിനോട് ഉടൻ തന്നെ അവൻ പറഞ്ഞത്, രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ, എനിക്ക് രാജാവുമായിട്ടൊരു പ്രശ്നമില്ല. പക്ഷേ താഴോട്ട് വായിച്ചേ. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട രാജാവിനോട് രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട്. നമ്മൾ നെഹമ്യാവിന്റെ ആത്മഭാരം ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ ആത്മഭാരം നാം ഒന്ന് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നെഹമ്യാവിൻ്റെ ആത്മഭാരം. അവിടുത്തെ യെരൂശലേമിൻ്റെ മതിലുകൾ ചുട്ടുകിടക്കുകയും ഈ കാര്യമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, അവൻ്റെ ആത്മഭാരം. സ്തോത്രം. നെഹമ്യാവിനൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. രാജധാനിയിൽ ഒന്നും കുറവില്ല. രാജധാനിയിൽ എന്ത് വേണേലും അവന് കഴിക്കാം. രാജാവ് കഴിക്കുന്ന ഭക്ഷണം അവനോട് ചെക്ക് ചെയ്തിട്ടാണ് രാജാവിന് കൊടുക്കുന്നത്. കാരണം രാജാവിന് എപ്പോഴും വിഷമൊക്കെ കലർത്തി കൊടുക്കാം ആളുകൾ അല്ലെങ്കിൽ വേലക്കാർ. രാജാവിൻ്റെ അടുക്കലേക്ക് അത് കൊടുക്കുന്നതിന് മുമ്പ് അവൻ രുചി നോക്കും. അവൻ രുചി നോക്കിയിട്ടാണ് രാജാവ് അത് കുടിക്കുന്നത്. അപ്പോൾ അവൻ അവിടെ ഒന്നിനും കുറവില്ല. നന്നായിട്ട് താമസിക്കാൻ സൗകര്യമുണ്ട്, ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട്, എല്ലാ കാര്യമുണ്ട്. എങ്കിലും അവനൊരു ആത്മഭാരമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവൻ്റെ പിതാക്കന്മാരുടെ ഉണ്ടായിരുന്ന സ്ഥലം, അവരവിടെ നിന്ന് പ്രവാസികളായിട്ടാണ് വന്നിരിക്കുന്നത്. പിതാക്കന്മാർ ഉണ്ടായിരുന്ന ആ സ്ഥലം, അതിൻ്റെ മതിലിടിഞ്ഞു കിടക്കുകയാണ്, അത് തീ വെച്ച് കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് തൻ്റെ ഭാരം താഴോട്ട് വായിച്ച മോളെ. എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എന്റെ മുഖം വാടാതെ ഇരിക്കുന്നത്. സ്തോത്രം. എന്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ? സ്തോത്രം. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ സീരിയസ് ആയിട്ട് പ്രസംഗിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് അവർ വന്നില്ല എങ്കിൽ, സ്തോത്രം, അവർക്ക് വിഷമം ഉണ്ടാകും. നെഹമ്യാവിനും ഭയങ്കര വിഷമം. അവൻ്റെ മുഖം വാടിയിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ്റെ ആ ആത്മഭാരം, അവൻ്റെ പ്രതിദേശത്തെക്കുറിച്ചുള്ള ഭാരം. വായിച്ചോ. രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചോ. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിന് തിരുവുള്ളം ഉണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചു എങ്കിൽ അടിയന് യഹൂദായിൽ എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്നുണർത്തിച്ചു. അതിന് രാജാവ് രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു. നിന്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം? നീ എപ്പോൾ മടങ്ങി വരുമെന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ എന്നെ അയപ്പാൻ രാജാവിന് സമ്മതമായി കൽപ്പന കൊടുത്തു. ഇവിടെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന ആ വേദഭാഗമാണ്, സ്തോത്രം, ഇത് പണിയാൻ വേണ്ടി കൽപ്പന കൊടുക്കുന്ന അത് 7 ആഴ്ചവട്ടം കൊണ്ട് പണിതെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 49 വർഷം കൊണ്ട് 49 വർഷം കൊണ്ട് ആ പണി തീർന്നു. വീണ്ടും ഒരു 62 ആഴ്ചവട്ടത്തെക്കുറിച്ച് പറയുകയാണ് ദാനിയേലിൽ. 62 ആഴ്ചവട്ടത്തെ കൊണ്ടാണ് വീതിയും കിടങ്ങുമായി പണിയും. കാരണം ഇസ്രായേലിനെ ആളുകൾ ആക്രമിക്കുമായിരുന്നു, പണിയിടയ്ക്ക് നിർത്തുമായിരുന്നു, പല തടസ്സങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് അപ്പോൾ 62ഉം 7ഉം 69 വർഷം. 69 വർഷം ആഴ്ചവട്ടം ഗുണം 7 ആട്ടോ. 7 വർഷം ആ ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത്.
69-ാമത്തെ ആഴ്ചവട്ടത്തിൽ മശിഹ അഥവാ അഭിഷിക്തൻ എന്ത് ചെയ്യും? ഛേദിക്കപ്പെടും. ഞാൻ ഇന്നലെ ഒരു പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായത്, യേശു ക്രിസ്തു അതിൻ്റെ ഈ കലണ്ടർ വെച്ച് ഡേറ്റ് അവർ കണക്ക് കൂട്ടിയിട്ട് ആ യേശു ക്രിസ്തു നമ്മൾ ഹോശാന ദിവസം രാജകീയമായി യെരുശലേമിലേക്ക് പ്രവേശിച്ച ആ ദേവാലയത്തിലേക്ക് വന്ന ആ സമയം വരെ ആയിരുന്നു ആ സമയം എന്ന് പറഞ്ഞാൽ 69-ാമത്തെ ആഴ്ചവട്ടം തീരുന്ന ആയിരുന്നു അതെന്നാണ് പറയുന്നത്. സ്തോത്രം. നമ്മുടെ അഭിഷക്തൻ ഛേദിക്കപ്പെടുമെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്നുള്ളതാണ് ആ അഭിഷക്തൻ ഛേദിക്കപ്പെടാൻ കാരണം. പ്രിയമുള്ളവരെ, അതുവരെ 69 ആഴ്ചവട്ടമാണ്. എന്നാൽ അതിനുശേഷം ഒരു ബ്രാക്കറ്റ് പീരീഡാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അത് കണ്ടിന്യൂഡ് ആയിട്ട് പോകുന്നില്ല. അതിനുശേഷം ഒരു ബ്രാക്കറ്റ് പീരീഡ്. ശ്രദ്ധിക്കണമേ, അത് സഭായുഗമാണ്. ആ സഭായുഗത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇത് എപ്പോഴാണ് തീരുന്നതെന്ന് അറിയത്തില്ല. ഇനി ഒരാഴ്ചവട്ടം ബാക്കിയുണ്ട്. അത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ആഴ്ചവട്ടമാണുള്ളത്. അപ്പോൾ അതൊരു ബ്രാക്കറ്റ് പീരീഡാണ്. അതിൻ്റെ കണ്ടിന്യൂസ് മശിഹ ഛേദിക്കപ്പെട്ടതുപോലെ അവസാനിച്ചു. അതിനുശേഷം പെന്തക്കോസ്ത് നാൾ മുതൽ രക്ഷിക്കപ്പെട്ട ദൈവജനങ്ങളെല്ലാമുള്ള സഭയുടെ ഒരു അവസ്ഥയാണ്, സഭയുടെ സമയമാണിത്. അതുകൊണ്ട് ആ സഭയുടെ സമയമാണ് ഈ സമയം. ഇപ്പം എപ്പോഴാണ് അധർമ്മമൂർത്തി പ്രത്യക്ഷമാകുന്നതെന്ന് അറിയത്തില്ല. നമുക്കറിയാം, യേശു കർത്താവ് വന്ന് സഭയെ ചേർത്തതിന് ശേഷം, സഭയെ ചേർക്കുന്ന സമയം നമുക്കറിയാൻ പറ്റത്തില്ല. നാളും നാഴികയും നമ്മൾ അറിയുന്നില്ല. യേശു കർത്താവ് സഭയെ ചേർത്തതിന് ശേഷം എതിർ ക്രിസ്തു ഇവിടെ ഭരിക്കും. ആ അന്നേരം മുതലാണ് ഒരാഴ്ചവട്ടം ആരംഭിക്കുന്നത്. 69 ആഴ്ചവട്ടം കഴിഞ്ഞു. പിന്നെ ഒരാഴ്ചവട്ടേ ഉള്ളൂ. അതാണ് 7 വർഷം. ആ 7 വർഷം എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, സ്തോത്രം, നമ്മൾ ദാനിയേലിലെ തന്നെ താഴോട്ട് വായിച്ചേ. പിന്നെ അവൻ ആരുമില്ലെന്ന് വരും. നമ്മുടെ കർത്താവ് കൊല്ലപ്പെടുന്നതിനെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജന നഗരത്തെയും, വരുവാനിരിക്കുന്ന പ്രഭു അവനാണ് എതിർ ക്രിസ്തു. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും. ശ്രദ്ധിക്കണം, ആഴ്ചവട്ടത്തിന്റെ മധ്യേ. അപ്പം അതിന്റെ മധ്യേ എന്ന് പറയുമ്പോൾ 3.5 വർഷം കഴിയുമ്പോൾ, 3.5 വർഷം വരെ ആ എതിർ ക്രിസ്തു നന്നായിട്ടാണ് ഭരിക്കുന്നത്. കാരണം അവൻ ഇസ്രായേലിനെയൊക്കെ കയ്യിലെടുക്കും. എല്ലാവരെയും കയ്യിലെടുത്ത് നല്ലൊരു ഭരണമാണ് കാഴ്ചവെക്കുന്നത്. 3.5 വർഷമാകുമ്പോൾ അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ്റെ വിഗ്രഹം എടുത്ത് ദേവാലയത്തിൽ വെക്കും. അതുകൊണ്ടാണ് നമുക്കറിയാം, എല്ലാം അവൻ്റെ കൺട്രോളിൽ പോകും. ഇപ്പോൾ സകലതും നമുക്കറിയാം, ഇപ്പോഴത്തെ രീതി വെച്ച് സകലതും കൺട്രോളാണ്. നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി, നമ്മുടെ കൈയുടെ ഫിംഗർ, ഇതെല്ലാം മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. ആ മുദ്ര അനുസരിച്ചാണ് ഇനി കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ മൊത്തം കൺട്രോളും അവൻ്റെ കൈ വരും. 3.5 വർഷത്തേക്ക് കുഴപ്പമില്ല. ആഴ്ചവട്ടത്തിൻ്റെ പകുതി വീണ്ടും നമ്മൾ ശരിക്ക് ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന് 2 ചിറക് ലഭിച്ചു. അത് നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. ഇസ്രായേൽ ഇവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഇസ്രായേൽ ജനം എവിടെയാണ്? ഇസ്രായേൽ ജനം മറ്റ് രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യും? പോകുവാനായിട്ടിടയായിത്തീരും, മരുഭൂമിയിലേക്ക്. കാരണം എതിർ ക്രിസ്തുവിൻ്റെ പീഡ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട്, അവൻ്റെ പീഡനം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അവർ പോകുവാനിടയായിത്തീരും. വായിച്ചോ. അവിടെ അവളെ സർപ്പത്തോട് അകലെ ഒരു കാലവും ഇരുകാലവും, അത് കഴിഞ്ഞിട്ട് ഒരു കാലവും ഇരുകാലവും അരക്കാലവും. അപ്പം ശ്രദ്ധിച്ചു നോക്കണം. ഒരു കാലം 1 വർഷം, ഇരുകാലം 2 വർഷം, അരക്കാലം എന്ന് പറയുമ്പോൾ, ഇരുകാലം എന്ന് പറയുമ്പോൾ 1 ആയപ്പോൾ 3 ആയി. അരക്കാലം എന്ന് പറയുമ്പോൾ 1/2 വർഷം കൂടെ ആയി.
അപ്പോൾ 3.5 വർഷം. ഈ 3.5 വർഷമെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, ആദ്യം ഈ യാഗത്തിൻ്റെ പകുതി, ആഴ്ചവട്ടത്തിൻ്റെ പകുതി ആകുമ്പോഴാണ് ഇവൻ കഠിനമാക്കുന്നത്. പിന്നെ പല ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ താഴോട്ട് വായിച്ചേ, വെളിപ്പാട് 13:5 വായിച്ചേ. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അവന് ലഭിച്ചു. 42 മാസം. 42 മാസം. അവിടെ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കണേ, ഒന്ന് ഓർത്തിടുകയോ അല്ലെങ്കിൽ വരച്ചിടുകയോ ചെയ്യണം. 42 മാസം. 42 മാസം എന്ന് പറയുമ്പോൾ 3.5 വർഷം. പലയിടത്തായിട്ട് ഇത് പറഞ്ഞേക്കാം. 42 മാസം എന്ന് പറയുമ്പോൾ 3.5 വർഷം. 3.5 വർഷം. അപ്പോൾ ആ 3.5 നേരത്തെ പറഞ്ഞ ആഴ്ചവട്ടത്തിൻ്റെ പകുതി എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാണ് ഈ 3.5 വർഷം. 42 മാസം പ്രവർത്തിക്കാൻ 13:5. വമ്പും ദൂഷണം സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം, അന്ന് മഹോപദ്രവത്തിൽ നടക്കുന്ന കാലമാണേലും ഇപ്പോഴും ചിലർ വാ തുറന്നാൽ ദൈവദൂഷണത്തിനായിട്ടേ വാ തുറക്കത്തുള്ളൂ. ദൈവദൂഷണത്തിനായി മാത്രം വാ തുറക്കുന്നവരുണ്ട്. ദൈവിക കാര്യങ്ങളെ പുച്ഛിക്കുക, ദൈവിക കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുക. നമ്മുടെ PG വർഗീസ് ഒരു പാട്ട് പാടി ഒന്ന് അദ്ദേഹം ഒന്ന് ചാടി. ഇപ്പോൾ അതിന്മേലുണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണെന്നറിയാമോ? സത്യത്തിൽ അതാ അവരെടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പുള്ളി സന്തോഷമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ സ്റ്റേജിൽ എല്ലാവരും കൂടെ നമ്മുടെ ആളുകൾ ഇരിക്കുന്നിടത്താണ് പുള്ളി കാണിച്ചത്. എല്ലാവരും കൂടി ഇരുന്നപ്പം ഈ പ്രായമുള്ള ആളാണ്, ഇപ്പം മറ്റുള്ളവർ മുമ്പേ നമ്മൾ കേട്ട പോലെ കൈ അടിക്കാതെയും അനങ്ങാതെ ഇരിക്കുമ്പം പുള്ളി ആരാധിക്കുന്ന ഒരു മോഡൽ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. അവർ സന്തോഷമാകുമ്പം അപ്പോൾ ഈ സായിപ്പന്മാരൊക്കെ കാണിക്കുന്ന നമ്മൾ കണ്ട അന്തം വിട്ടുപോകും. ഇവിടെ എറണാകുളത്ത് ഞാൻ ഒരിക്കലും ഒരു സ്നാനത്തിന് പോയി. അവരാ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ മുതൽ ചാടാൻ തുടങ്ങും. മറ്റേ ആളുകൾ കറക്കുന്ന വലിയ ഒച്ചയും ബഹളവും എല്ലാം അവരുണ്ടാക്കും. നമ്മളെപ്പോലെ നമ്മൾ വളരെ ഭയഭക്തിയോടെ ഒരു സ്നാന ശുശ്രൂഷ നടത്തുന്നത്. കാരണം അവരെല്ലാം അങ്ങ് അടിച്ചു പൊളിക്കുക, ന്യൂ ജനറേഷൻ പോലെ ആകുക. ഞാൻ പറഞ്ഞത് ദൈവനാമം ദുഷിക്കപ്പെടാൻ വേണ്ടി ഉള്ള കാര്യങ്ങളാണ് അനേകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലർ വാ തുറന്നാൽ എന്തേ പറയത്തുള്ളൂ? ദൂഷണമേ പറയത്തുള്ളൂ. ചില ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പെന്തക്കോസുകാർക്കെതിരാണ് പറയുന്നെങ്കിൽ ചിലർ പറയുന്നു എല്ലാ പെന്തക്കോസുകാരെക്കുറിച്ചും ഞാൻ പറയുന്നില്ല എന്ന് പറയുന്നവരുമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. അപ്പം ഇവിടെ എതിർ ക്രിസ്തു വാ തുറന്നാൽ ദൂഷണേ പറയത്തുള്ളൂ. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ദൈവമക്കളുടെ ഇടയിൽ വാ തുറക്കുമ്പോൾ ദൂഷണ പറയുന്നെങ്കിൽ അവൻ്റെ മേൽ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരമുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. ദൂഷണം തന്നെ പറയാൻ വേണ്ടി, കുറ്റം തന്നെ പറയാൻ വേണ്ടിയാണ് വാ തുറക്കുന്നതെങ്കിൽ, കുറ്റം കണ്ടുപിടിക്കാനാണ് വാ തുറക്കുന്നതെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം ഇപ്പോഴേ വ്യാപരിക്കുക. അതിൻ്റെ ട്രെയിനിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വ്യാപാരം നമ്മൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്കും വരം നൽകും. 2 സാക്ഷികൾ, നമുക്കറിയാം മോശയും ഏലിയാവും വന്ന് പ്രവചിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. 2 സാക്ഷികൾക്ക് ഞാൻ വരം നൽകും. അവർ രട്ടുടുത്തുകൊണ്ട്, അവർ രട്ടുടുക്കുക എന്ന് പറഞ്ഞാൽ ചണവസ്ത്രം ധരിച്ചുകൊണ്ട്, അവർ രട്ടുടുത്തുകൊണ്ട് 1260 ദിവസം 1260 ദിവസം. എത്ര ഇടത്തായി ഈ 3.5 വർഷത്തിന്റെ കണക്ക് പറഞ്ഞത്? അവരുടെ യഹൂദന്റെ കലണ്ടർ 30 ദിവസമാണ് ഇത്. അപ്പോൾ ഇന്ന് ഞാൻ കാൽക്കുലേറ്ററിൽ ഒന്ന് അടിച്ചു നോക്കുക. 1260-നെ 30 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞപ്പം 42 മാസം. 42 മാസം എന്ന് വെച്ചാൽ 13 36 6 42 മാസം. അപ്പോൾ അതാണ് ഈ 3.5 വർഷത്തിൻ്റെ കണക്ക്. അനേക ഇടത്ത് ആ 3.5 വർഷത്തിൻ്റെ കണക്ക് അവിടെ പ്രത്യേകം എഴുതിയിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണമേ, ഈ എതിർ ക്രിസ്തു എങ്ങനെ വരുമെന്നും അവൻ്റെ ബിംബം എങ്ങനെ എടുത്തു വെക്കുമെന്നും ഇവിടെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് എടുത്തു പറയുക. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 15-ാമത്തെ വാക്യം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, ശൂന്യമാകുന്ന മ്ലേച്ഛത എന്ന് വെച്ചാൽ യെരൂശലേമിൽ ദേവാലയം അവർ പണിത് കൊടുക്കും.
എന്നിട്ട് അവൻ്റെ വിഗ്രഹം അവൻ ദേവാലയത്തിൽ എന്തു ചെയ്യും? സ്ഥാപിക്കും. അപ്പോൾ വിഗ്രഹം എവിടെ ഉണ്ടെങ്കിലും അത് ശൂന്യമാകുന്ന മ്ലേച്ഛതയാണ്. അപ്പോൾ ഇന്ന് ദൈവാലയം എന്ന് പറയുന്നിടത്തും വിഗ്രഹമുണ്ടെങ്കിൽ, രൂപമുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം പറയുന്നത് മ്ലേച്ഛത എന്നാണ് പറയുന്നത്. ചിലർ പറയും ഞങ്ങൾ വെറുതെ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ കാണാൻ വെച്ചേക്കുന്നതെന്ന് പറയും. എന്ത് കാണാൻ വെച്ചാലും ദൈവാലയത്തിൽ വിഗ്രഹം ഉണ്ടെങ്കിൽ അത് മ്ലേച്ഛതയാണ്. യെരൂശലേം ദേവാലയത്തിൽ വിഗ്രഹമില്ല, രൂപമില്ല, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സ്തോത്രം. അങ്ങനെ ഒരു രൂപം വെക്കുകയാണെങ്കിൽ അത് മ്ലേച്ഛതയാണ്. കർത്താവ് അതോ പറയുന്നത്. ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. സ്തോത്രം. അന്ന് ഭാവിയിലെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്, ഇപ്പോഴത്തെ കാര്യമല്ല, ഭാവിയിലെ കാര്യം. അത് കാണുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളാരും അത് കാണാനിരിക്കത്തില്ല. കാരണം നമ്മൾ അതിനു മുമ്പ് സഭ ഇവിടുന്ന് എന്തു ചെയ്യും? എടുക്കപ്പെടും. സഭ ഇവിടുന്ന് എടുക്കപ്പെടും. ഇനി എടുക്കപ്പെടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റും ഇതെല്ലാം. കാരണം എന്നാന്ന് ചോദിച്ചാൽ പിന്നെ 7 കർത്താവിൻ്റെ മധ്യാകാശ വരവ് കഴിഞ്ഞാൽ 7 വർഷത്തിനുള്ളിൽ സംഭവിക്കേണ്ട കാര്യമായത്. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ എടുക്കപ്പെടാത്തവരൊക്കെ ഇത് കാണും. അതുകൊണ്ടാണ് വായിക്കുന്നവൻ എന്ത് ചെയ്യട്ടെ? ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. കർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. 2 തെസ്സലോനിയർ 2-ാം അധ്യായം 3-4 കൂടെ വാക്യം വായിക്കാം. 1-2 വാക്യം കൂടെ വായിച്ച് നിർത്താം. 2 തെസ്സലോനിയർ 2-ാം അധ്യായം. ആരും ഏതു വിധേനയും, വളരെ ശ്രദ്ധിക്കണം, പൗലോസ്ലീഹ ഈ കാര്യം ആത്മാവിൽ എടുത്തു പറയുക. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. നീ ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം എന്ത് ചെയ്യണം? സംഭവിക്കും. വിശ്വാസം ഇപ്പൊ ആർക്കാ ഉള്ളത്? പഴയ കാലത്ത് ചൂട്ടും കെട്ടി യോഗത്തിന് പോയിക്കൊണ്ടിരുന്നവരാ. ചൂട്ടുകറ്റ പഴയ കാലത്തെ ഏറ്റവും നമ്മുടെ സാധാരണ കുടുംബങ്ങളിലെ ഒരു പ്രത്യേക പണിയായിരുന്നു ചെറിയ ചെറിയ ചൂട്ടുകറ്റ കെട്ടിവെക്കുക. അങ്ങനെ ഞാൻ ചൂട്ടുകറ്റ കെട്ടിയിട്ടുണ്ട്, കത്തിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ചൂട്ടുകറ്റ കത്തിക്കുമ്പോൾ ഈ ഓല മാത്രമല്ല, ഈ ഓലയുടെ കൊതുമ്പ്, അതുപോലെ തന്നെ അതിൻ്റെ എന്നാ പറയുന്ന വല പോലിരിക്കുന്ന ആ സാധനം, കൊതുമ്പും ഇതും എല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? കെട്ടുന്നത്. അത് കെട്ടി പല വീടുകളിലും അത് കെട്ടി വെച്ചേക്കും. അപ്പോൾ ആരെങ്കിലും ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ചൂട്ടുകെട്ടി എടുത്ത് കൊടുക്കും. അത് പെട്ടെന്ന് കത്തി തീരുകയില്ല. കാരണം ഈ കൊതുമ്പും ചെറുതായിട്ട് കീറി അതിനകത്ത് വെക്കും. കോഞ്ഞാട്ട. അപ്പം അത് ഓരോരുത്തർക്ക് ഓരോ ഭാഷയാണ് പറയുന്നത്. അപ്പം അത് ചെറുതായിട്ട് കീറി അതിനകത്ത് വെക്കും. അതിനകത്ത് ഓല വെക്കും. ഓല വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അടുപ്പിച്ചടുപ്പിച്ച് കെട്ടും. അപ്പം ആവശ്യമില്ലാത്തപ്പോൾ ഇത് കത്തുകയല്ല, അത് നീറി അങ്ങ് നിൽക്കും. പിന്നെ ഒന്ന് വീശിയാൽ മതി. അപ്പോൾ ഒരു 2-3 കിലോമീറ്റർ പോകണമെങ്കിൽ ഈ ചൂട്ടുകെട്ട കൊണ്ട് പോകും. അത്രയും തീഷ്ണത നമ്മുടെ ആളുകളുടെ അടുത്തതാണ്. നമുക്കിപ്പോൾ വണ്ടിയുണ്ട്, വാഹനമുണ്ട്, ലൈറ്റുണ്ട്, ടോർച്ചുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ചതനുസരിച്ച് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ വിശ്വാസത്യാഗം സംഭവിക്കുക. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മൾ വിശ്വാസത്യാഗം സംഭവിച്ചിട്ടില്ലെന്ന് പറയരുത്. തെസ്സലോനിക്കയിൽ പൗലോസ് പറയുകയാണ്, ആദ്യം വിശ്വാസത്യാഗം എന്ത് ചെയ്യുക? സംഭവിക്കും. വിശ്വാസത്യാഗത്തിൻ്റെ ആരംഭം നമ്മൾ തുടങ്ങിയേക്കുക. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മല്ലവറ്റത്തും പോകും. അവിടുത്തെ പാസ്റ്റർ ഇച്ചിരൂടെ കൊള്ളാം, ഇവിടുത്തെ പാസ്റ്റർ ഇച്ചിരൂടെ കൊള്ളാം, അവരത് കൊള്ളാം, പലരും പല കാര്യങ്ങളൊക്കെ പറയും. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ഓരോ ദേശത്തിനു വേണ്ടി ദൈവം ഓരോരുത്തരെ ആക്കിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് കഴിയുമ്പോൾ അടുത്ത ആളെ ദൈവം ആക്കും അവിടെ തന്നെ. ഹല്ലേലൂയ. പലയിടത്തും ഇപ്പം മത്സരവും ഒക്കെയുള്ള ഒരു പ്രത്യേക കാലമാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്യാഗം ഉണ്ടോയെന്ന്. സത്യത്തിൽ നമ്മുടെ സ്വഭാവയോഗം അധികം സമയമില്ല. നമ്മൾ സമയം ഒട്ടും കളയാതാണ് എടുക്കുന്നത്. നമ്മുടെ ആളുകൾ ചിലർ പാട്ടൊക്കെ കഴിഞ്ഞേ വരത്തുള്ളൂ.
പിന്നെ പ്രസംഗം, പിന്നെന്താ, പിന്നെ അതിനകത്ത് പിന്നെ നമ്മൾ ആരാധിക്കുകയല്ല. വചനം പറയുന്ന സമയത്ത് വചനമാണ് പറയേണ്ടത്. അപ്പോൾ വചനം കേൾക്കാൻ ചിലർ സമ്മതിക്കത്തില്ല. ചിലയിടങ്ങളിൽ വചനം പറയുമ്പോൾ ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കും. പാസ്റ്റർമാർക്ക് അത്രയും നേരം ആശ്വാസമുണ്ട്. അപ്പം അങ്ങനെ അങ്ങ് പോവും. അത് പിശാചിൻ്റെ വേറൊരു തന്ത്രമാണ്. കാരണം വചനം കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രം. നമ്മളെ ശ്രദ്ധിക്കണേ. സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് എല്ലാ പാട്ടും കഴിഞ്ഞിട്ട് വന്നിട്ട് ആരാധന ഇല്ലെന്ന് ചിലർ പറയും. ഹല്ലേലൂയ. ചിലർ പാട്ട് പാടുമ്പോൾ അവർ പാട്ട് പാടുകയല്ല. ഈ വള്ളംകളിക്ക് ഏറ്റവും പുറകെ നിൽക്കുന്നൊരു പുള്ളിയുണ്ട്. പുള്ളി തുഴയുന്നില്ല. പുള്ളി ആ പങ്കായം വെച്ചോണ്ട് എന്ത് ചെയ്യുള്ളൂ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുള്ളിയുടെ നയമ്പ് ഒരിക്കലും വെള്ളത്തിൽ മുട്ടുകളില്ല, അമരം. അപ്പം അവിടെ അത് പുള്ളിയുടെ ഇതിനകത്ത് ആ ഇത് പങ്കായം അത് തുഴ ഒരിക്കലും വെള്ളത്തിൽ മുട്ടത്തില്ല. പക്ഷെ പുള്ളി ഇങ്ങനെ കാണിക്കത്തേ ഉള്ളൂ. ചില ആളുകൾ ആരാധിക്കത്തില്ല, അവരിങ്ങനെ കാണിക്കത്തേ ഉള്ളൂ, അവരാരാധിക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. വിശ്വാസത്യാഗം. പ്രൈസ് ദി ലോർഡ്. നാളെ ആരാധനയ്ക്ക് കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് അടക്കിയിരിക്കണേ. ഹല്ലേലൂയ. വിശ്വാസത്യാഗം എന്ത് ചെയ്യുക? സംഭവിക്കും. വിശ്വാസത്യാഗം സംഭവിക്കും. ഹല്ലേലൂയ. പഴയ അപ്പച്ചന്മാരുടെ അടുക്കലാണ് ഈ പിള്ളേരെല്ലാം ഇങ്ങനെ ഓടി നടക്കുമോ? ഓടി നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിൻ്റെയും വിശ്വാസത്യാഗം ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? സംഭവിച്ചിട്ടുണ്ട്. ആദ്യം എന്ത് സംഭവിക്കണം? വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. കാരണം എതിർ ക്രിസ്തു വരുമെന്ന് പറയുക. ഈ ആഴ്ചവട്ടത്തിലാണ് അവൻ വരുന്നത്. നാശയോഗ്യനും അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടുകയും വേണം. അടുത്തത്, അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട്. കേട്ടോ, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞതും കർത്താവ് പറഞ്ഞതും അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. ഒരുത്തൻ തന്നെത്താൻ ഉയർത്തുന്നുണ്ടെങ്കിൽ അവൻ പിശാചുമായിട്ട് ബന്ധപ്പെട്ടവനാ. തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. അവനെക്കുറിച്ച് അങ്ങനെ എഴുതിയിരിക്കുന്നത്. വായിച്ചോ. നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പ് വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. ഇപ്പോൾ തടുക്കുന്നത് പരിശുദ്ധാത്മാവാ തടുത്തുകൊണ്ടിരിക്കുന്നത്, സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കാൻ. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കണമേ. അങ്ങനെ ഒരു വ്യാപാരം നാം ഇന്ന് പറഞ്ഞു വന്നത്. മഹോപദ്രവകാലം എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. 7 വർഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം 7 വർഷമാണ് മഹോപദ്രവകാലം. അതിനുശേഷമാണ് സ്തോത്രം. അപ്പോൾ ഇസ്രായേൽ കഠിനമായി തോൽപ്പിക്കപ്പെടും, അവർ പീഡിപ്പിക്കപ്പെടും. ആ സമയം അവർ കുത്തിവെങ്കിലേക്ക് നോക്കി നിലവിളിക്കും. അപ്പോൾ മശിഹ അക്ഷരാർത്ഥത്തിൽ യെരൂശലേമിലേക്ക് എതിരെ കിഴക്കുള്ള ഒലുമലയിൽ കർത്താവിൻ്റെ കാല് ചവിട്ടും. പിന്നീട് 1000 വർഷം യേശുക്രിസ്തു യെരൂശലേം തലസ്ഥാനമാക്കി ഈ ഭൂമിയെ എന്തു ചെയ്യും? ഭരിക്കും. അതാ യഥാർത്ഥമായ അനുഭവം. ആ അനുഭവമാണ്. ആ അനുഭവത്തിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നാം ഓടുകയും അധ്വാനിക്കുകയും ചെയ്യുന്നത്. സ്തോത്രം. യെരൂശലേം ദേവാലയത്തെക്കുറിച്ച് AD 70 റോമൻ സൈന്യത്തിൻ്റെ അധിപനായിരുന്ന തീത്തോസ് എന്ന് പറയുന്ന ആൾ അതിനെ ആക്രമിച്ചു. ആക്രമിച്ചു. അപ്പം അദ്ദേഹം വളരെ ശ്രദ്ധിച്ച് പറഞ്ഞ ദേവാലയത്തിൽ ഒന്നും ചെയ്യരുതെന്ന്. പക്ഷെ നമ്മുടെ കർത്താവ് ഒരിക്കൽ പ്രവചിച്ചു, കല്ലിന്മേൽ കല്ല് ഇതെന്ത് ചെയ്യല, ശേഷിക്കയില്ലെന്ന്. ഹല്ലേലൂയ. ആലയത്തിൻ്റെ മനോഹരമായ പണി കാണിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ലെന്ന്. ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വന്നത് തീത്തോസ് ഒരു തീപ്പന്തം തീത്തോസിൻ്റെ പടയാളി അറിയാതെ, തീത്തോസ് അറിയാതെ കത്തിച്ച് ദേവാലയത്തിലേക്ക് എറിഞ്ഞു. ദേവാലയം സ്വർണം കൊണ്ട് പൊതിഞ്ഞതാണ്. അതിൻ്റെ ഭിത്തികളും തൂണുകളും എല്ലാം സ്വർണം കൊണ്ട് പൊതിച്ചതാ. ദേവാലയം തീ പിടിച്ചു. സ്വർണമെല്ലാം ഉരുകി തറയിലോട്ട് ഒഴുകി. അവസാനം അതിൻ്റെ ആ കെട്ടിലേക്ക് എന്ത് ചെയ്തെന്നറിയാമോ? സ്വർണ്ണം ഉരുകി കെട്ടിലേക്ക് ഇറങ്ങി. അവസാനം ഈ സ്വർണമെന്ന് പറയുമ്പോൾ വിലയുള്ളതാണ്. അവസാനം ഈ സ്വർണം എടുക്കാൻ വേണ്ടി ആലയം മുഴുവനും പൊളിച്ചു. ഓരോ കല്ല് മാറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കി. കർത്താവ് പറഞ്ഞ നിവൃത്തി. ഇത് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്.
യെരൂശലേം ദേവാലയത്തിൻ്റെ ഓരോ കല്ലുകളും അവർ പിക്കാസ് കൊണ്ടാണെന്നോ കമ്പി കൊണ്ടാണെന്നോ എന്നറിയത്തില്ല, എല്ലാം മാറ്റി ആ ഉരുകി കിടന്ന സ്വർണം, കൊല്ലൻ്റെ ആലയിൽ ഇരുമ്പ് ഉരുകി ഇങ്ങനെ കിടക്കുന്ന പോലെ കിടക്കുന്ന സ്വർണം അവരെടുക്കാൻ വേണ്ടി. നമ്മുടെ കർത്താവിൻ്റെ വചനം സത്യമാണ്, അത് സംഭവിച്ചു. ഇപ്പോൾ യെരൂശലേം ദേവാലയമില്ല, അതില്ലാതായിരിക്കുകയാണ്. എന്നാൽ ഇനി എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് അവൻ ഉപായ രൂപേണെ അത് പണിത് കൊടുക്കും. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ കർത്താവ് വാതിൽക്കലായിരിക്കുന്നു എന്ന് നാം അറിയണം. അതുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഇനി എത്രയും താമസമെന യേശു കർത്താവ് രാജാതി രാജാവും കർത്താതി കർത്താവുമായി വരും. അവനെ എതിരേൽപ്പാൻ നമുക്കൊരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.